അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, ഒരു പത്രസമ്മേളനത്തിൻ്റെ പദപ്രയോഗം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ADGP പിന്നെ MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എന്നെ കുരുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമല്ലേ ഇത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യ ശത്രു BJP ആണ്. 2, വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും. പോലീസിന് ഒരിക്കലും കയറൂരി വിടുകയോ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയാൻ ഒരു നിലയ്ക്കും അവർ അനുവദിക്കുകയും ചെയ്യുകയില്ല. കേരളം കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ഹോട്ട് ന്യൂസുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ വീണ്ടും വീണ്ടും കേരളത്തിലെ മലയാളികൾ ഞെട്ടിത്തരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്രയും ദിവസങ്ങളിലൊക്കെ വന്നതിനേക്കാൾ കൂടുതൽ ഞെട്ടേണ്ടുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കേരളത്തിലെ ADGP അടക്കമുള്ള മുൻ മലപ്പുറം SP ആയിരുന്ന, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ വ്യത്യസ്തങ്ങളായ ഉദ്യോഗസ്ഥരുടെ പേരിൽ ഒരു ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പരാതികളും ഉയർന്നു വരുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. ഇതിൽ വർഗീയതയുടെ അംശം കൂടി ADGP അടക്കമുള്ളവർ RSSൻ്റെ ആളുകളെ പോയി കണ്ടു എന്നുള്ള രൂപത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വർഗീയതയ്ക്ക് ഇതൊരു വഴിമരുന്നിടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കേരളം മൊത്തം പറയുമ്പോൾ ആരാണ് ഇതിൻ്റെ ഒരു കാരണക്കാർ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ഇത് കേരളം മൊത്തത്തിൽ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് തൊട്ടാണ് കളി. ഇതെല്ലാവരെയും ബാധിക്കാൻ പോവുകയാണ്. ഈ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും. ഇത് നിസ്സാരമായി കണ്ടുകൂടാ. ഏതായിരുന്നാലും ഒരു സംശയം ഇവിടെ നീങ്ങി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഒരു കലക്റ്റീവായ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം വളരെ നേരത്തെ ഉള്ളതാണ്. അതായത് ഒരു ഒറ്റപ്പെട്ട ശ്രമമല്ല, പല ആംഗിളുകളിൽ നിന്ന് വ്യത്യസ്തമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആളുകളും ബോഡികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് സത്യപ്പെടുന്നൊരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വന്നിരുന്നത്, ഇവിടെ ഇത് വർഗീയമായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയമായി അതിൻ്റെ ഉപകാരം കിട്ടുക BJPക്കാണ്. അപ്പോൾ BJPയുടെ അജണ്ടയാണ്. ആ അജണ്ട അവർക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കേരളത്തിൽ നടക്കില്ല. കാരണം അവർ ഇവിടെ ഒരു പ്രബല ശക്തിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇവിടെയുള്ള പോലീസിൻ്റെ ഉള്ളിൽ അതിനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നത് തന്നെയാണ് നേരത്തെയുള്ള ഒരു വിമർശനം. അതായത് പോലീസിലൊരു പാരലൽ സംവിധാനം തന്നെ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപമാണ് വന്നിരുന്നത്. ഒരു ലെവലിൽ അതാണ്. ഇവിടെ കേരളത്തിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഇതിനു വേണ്ടി പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രത്യേക ആഭ്യന്തരമന്ത്രിയും പ്രത്യേക സെക്രട്ടറിയും പ്രത്യേക സംവിധാനവും പ്രത്യേക സർക്കുലറും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ മാധ്യമങ്ങളുടെ ഒരു ചുവടുമാറ്റമാണ്. നേരത്തെ വളരെ നിഷ്പക്ഷത പാലിച്ചിരുന്ന ഒരു സെക്യുലർ മനോഭാവത്തിൽ പോയിരുന്ന ചില ചാനലുകൾ, ചില പത്രങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ ഓൺലൈൻ ചാനലുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും വിസിബിളായിട്ടുള്ളതാണ് ഈ സാജൻ സ്കറിയ പോലുള്ള ആളുകളുടേതൊക്കെ. അതുപോലെ തന്നെ ഈ കാസ പോലുള്ള ആളുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ. പിന്നെ ഈ നിരീക്ഷണ റോളുകളിൽ വരുന്ന കുറേ ആളുകൾ, ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന ആളുകൾ, അവർ ഒരു നിരീക്ഷകന്മാരാണെന്നാണ് എന്ത് ചെയ്യുക പറയുക. പക്ഷേ ഇതായിരിക്കും എന്ത് ചെയ്യുക ഉള്ളിലുണ്ടാവുക. അവർക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്നൊരു സമീപനം മുഖ്യധാരയിൽപ്പെട്ട ചില ചാനലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈയിടെയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റികളുടെ നിലപാടുകൾ, ഇവർക്കൊപ്പം ചാരി നിൽക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടു. ഇങ്ങനെ ഇത് എല്ലാം കൂടിയിട്ടാണ് കേരളത്തിനെ ഒരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഇതുവരെയുള്ള അനുഭവം. ആ ഒരു സംശയം വസ്തുതാപരമാണ് എന്ന് തെളിയുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം എന്തായിരുന്നാലും കാറ്റില്ലാതെ ഒരു ഇല ഇളകൂല. അതുപോലെ തന്നെ പുകയുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, തീ ഉണ്ടാവും. ഇവിടെ തീ നമ്മൾ കാണുന്നുണ്ട്, അതിശക്തമായി ഇലകൾ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അവിടെ കാറ്റടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. തർക്കവും വിഷയത്തിലില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാസ്റ്റ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു സീറ്റ് ഉണ്ടാവുക, അവർക്ക് വോട്ട് ഷെയർ കൂടുക എന്ന ആ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ട് എന്നത് പല കോണുകളിൽ നിന്നും ഉയർന്നതാണ്. അത് സത്യപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് ആ പിന്നെ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലിപ്പോൾ വന്നത്. അതിലിപ്പോൾ ഈ പിന്നെ പ്രശ്നത്തിലുള്ള ADGP MR അജിത് കുമാർ, അതേപോലെ തന്നെ RSSൻ്റെ ജനറൽ സെക്രട്ടറി ഹൊസബൊള്ളായി, ഇവർ രണ്ടുപേരും പിന്നെ തമ്മിൽ സംസാരിച്ചു എന്നത് ഈ പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത് പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്. ഇപ്പോൾ പല ആളുകളും RSSകാരെ പലരും കണ്ടിട്ടില്ലേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മുഹൂർത്തത്തിൽ അതും വളരെ അതീവ രഹസ്യമായി, അതും ഔദ്യോഗികമായ മറ്റു സംവിധാനങ്ങളോ മുൻകൂട്ടിയുള്ള പിന്നെ ഷെഡ്യൂളുകളോ ഒന്നുമില്ലാതെ ഒരു വർഷം ഈ ഒരു സന്ദർഭത്തിൽ കണ്ടു എന്ന് മാത്രമല്ല 2023 മറ്റൊരു നേതാവായ റാം മാധവ് എന്ന ഇവരുടെ ഏറ്റവും കുഞ്ചിക സ്ഥാനത്തുള്ള ഇതിൻ്റെ ഒരു പിന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ആ വ്യക്തിയെ കൂടി നിന്നിട്ടുണ്ട്, ഇവർ കണ്ടിട്ടുണ്ട്, ഇദ്ദേഹം കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഈ തൃശ്ശൂർ നടന്ന പൂരത്തിൽ സംഭവിച്ച ആ പ്രശ്നം കൂടി വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ അവർക്ക് പിടിച്ചു കൊടുത്തതിൽ ഇത് ഒരു അജണ്ടയായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ ഉപകാരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. വരും MP കിട്ടി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും എന്ത് ചെയ്തു വോട്ട് ഷെയർ കൂടുകയും ചെയ്തു. ഇനി ഇവിടെ ഇതിന് മരുന്നിട്ട് കൊടുത്തത് ആര് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരികയാണ് സർക്കാർ തന്നെയാണ് എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നത്, നമ്മളത് കട്ടായം പറയുന്നില്ല, പക്ഷേ ഒരു സംശയം ഇവിടെ നിലവിലുണ്ട്. ആ സംശയം നിലവിലുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളിപ്പോൾ ഒരു 10ാമത്തെ ദിവസമാണ് തോന്നുന്നുണ്ട്. അതായത് ഈ PV അൻവറും അതുപോലെ തന്നെ സുജിത് ദാസും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണല്ലോ ഇത് കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇഷ്യൂ വരാനുണ്ടായ കാരണം. ആ ഒരു സംഭാഷണം അദ്ദേഹം പുറത്തു വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഇന്ന് പിന്നെ ഒരു 10 ദിവസം തികയാൻ പോവുകയാണ്. ഇത്രയും ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ആഭ്യന്തര ചുമതലയുള്ള നമ്മുടെ ഈ ഭരണത്തിൻ്റെ നേതാവായിട്ടുള്ള നായകനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല എന്നതാണ് നമ്മൾ സംശയം എന്ന് പറയാനുള്ള കാരണം. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കോവിഡ് കാലത്ത് ദീർഘമായി അദ്ദേഹം വൈകുന്നേരത്ത് വന്ന് അദ്ദേഹം ഒരുപാട് സമയം ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങളോട് സംസാരിച്ച് നമ്മൾ കണ്ടു, പ്രളയ സമയത്ത് കണ്ടു, ഇപ്പോൾ ലാസ്റ്റ് നടന്ന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടു. അപ്പോൾ ആളുകളൊരു കൺഫ്യൂഷനിലാവുമ്പോൾ അവിടെ അദ്ദേഹം വന്ന് അതിൽ ക്ലാരിറ്റി വരുത്തുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹം സ്വീകരിച്ചു വരുന്നൊരു രീതിയാണ്. പക്ഷേ ഇവിടെ മറ്റൊരു ഫ്ലഡാണ് ഉണ്ടായിട്ടുള്ളത്, ഒരു ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്, ഒരു പൊളിറ്റിക്കൽ ലാൻഡ് സ്ലൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ പ്രളയം, രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പ്രളയം, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിലൊരു പ്രളയം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ആ പ്രളയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് തലകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഈ കഴിഞ്ഞ 10 ദിവസം എന്ന് പറയുന്നത് അത്രമേൽ കലുഷിതമാണ്. ഇത് നേരത്തെ നമുക്ക് വളരെ വിസിബിളായിട്ട് നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങളും കാര്യങ്ങളും അതൊക്കെ മനുഷ്യന്മാരെ ബാധിക്കുന്നത് തന്നെയാണ്. അതുപോലെ അതിനേക്കാൾ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ത്, നമ്മുടെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന പ്രശ്നം. ഇത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക് ഇവിടെ ജീവിക്കേണ്ട പരിസരമാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് എത്രമേൽ വർഗീയമായ അട്ടിമറികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ കേരളമാകുന്ന തുരുത്ത് അതിലൊക്കെ പിടിച്ചു നിന്ന ഒരു സംസ്ഥാനമാണ്. ആ പ്രളയത്തിലൊന്നും ഒലിച്ചു പോകാത്ത സംസ്ഥാനമാണ്. എന്നാൽ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആഭ്യന്തര വകുപ്പിൽ ഒരു വലിയ പ്രളയമുണ്ടായിട്ട് ആ പ്രളയത്തിൻ്റെ സമയത്ത് വൈകുന്നേരം വന്ന് ബ്രീഫിംഗ് നടത്താനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ട്. അത് യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. അപ്പോൾ അത് അദ്ദേഹം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ ICUലൊക്കെ സാധാരണ ഇതുപോലെ പ്രളയവും അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗികൾ വരാറുണ്ട്. ആ രോഗികൾ വരുമ്പോൾ ഓരോ രോഗികൾ ഇങ്ങനെ വരുമ്പോൾ ഒരാളെ കൈ പൊട്ടി, കാല് പൊട്ടി, അങ്ങനെ പിന്നെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാളെ തല പൊട്ടി, പിന്നെ ഹൃദയം പുറത്തേക്ക് വന്നു, ഇങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്. ഇതേപോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വാർത്തകൾ വരുന്നു, ആ വാർത്തകൾക്ക് മേൽ വലിയ വാർത്തകൾ വരുന്നു, അപ്പോൾ താഴെയുള്ള വാർത്തകൾ പോയി പോകുന്നു, എവിടെ ഫോക്കസ് ചെയ്യണമെന്നറിയാതെ പോകുന്നു. അത്ര ഒരു പ്രളയം തന്നെയാണ് എന്ത്, ഒരു രാഷ്ട്രീയ പ്രളയം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ വരേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും പറഞ്ഞതല്ല, ആണ് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യം. ഇതൊരു ഭരണകക്ഷി MLA ഉത്തരവാദിത്തത്തോടു കൂടി പറഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിനെ കണ്ടിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിനെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, ഒരു പത്രസമ്മേളനത്തിൻ്റെ പദപ്രയോഗം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ
ഈ ADGP പിന്നെ MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എന്നെ കുരുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമല്ലേ ഇത്? അതായത് പിന്നെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി ഞാനായിരിക്കും എന്ത് ചെയ്യുക, അകത്ത് പോവുക, എന്നെ പൂട്ടുകയായിരിക്കും ഉണ്ടാവുക. ഇവിടെ അദ്ദേഹം പറയണത് എന്നെ പൂട്ടിയാലും ഇതെന്ത് ചെയ്യും, സമൂഹത്തിൽ എയർലോഡ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വരെ അങ്ങനെ ഒരു ഫീലിംഗ് വന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ ഗൗരവമുണ്ട് ഈ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നിലപാട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അദ്ദേഹത്തോട് മാത്രമുള്ള വിഷയമല്ല, ഇത് ഇവിടെ നമ്മളെ പൗരസമൂഹത്തോട് പിന്നെ കാണിക്കേണ്ട ഏറ്റവും വലിയൊരു ബാധ്യതയാണെന്ത്, ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വിശദീകരിക്കുക എന്നുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇയാൾ നൊട്ടോറിയസ് ക്രിമിനലാണ്, സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട്, ലഹരി മരുന്ന്, കൈക്കൂലി, മരം മുറി, അതിനേക്കാളും ഗുരുതരമാണ് ഈ വർഗീയ പോളറൈസേഷന് വേണ്ടി ഈ സംവിധാനങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം ഉപയോഗിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല എന്നത് ഗൗരവമാണ്. ഇപ്പോൾ അതിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ പാർട്ടി സെക്രട്ടറിയുടെ ഒരു പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം ഇന്നലെ വന്നത്, ഞങ്ങൾക്കും ഇതിൽ വേദനയുണ്ട്, വിഷമമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പാർട്ടി ഇതിൽ ഒരിക്കലും എന്തല്ല കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് തീർത്തും ഗവൺമെൻറ്റിലേക്ക് മാത്രം ഈ വിഷയത്തെ എന്ത് ചെയ്യാണ്, ചുരുക്കി കൊണ്ടുപോകും. മുഖ്യമന്ത്രിയിലേക്ക് മാത്രമാണ് ഇത് ചുരുങ്ങുന്നത്. മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നില്ല, ഇതിന് ക്ലാരിറ്റി തരുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലാരിറ്റി വരുത്തുന്നുവോ അത്രയും നല്ലത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. പൊതുസമൂഹത്തോട് സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മെ ഒരു വിഭജിക്കുന്ന പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് പ്രതികരിക്കാത്തവർ ആരൊക്കെയുണ്ടോ അവരാണ് ഈ നാടിൻ്റെ ശാപം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രമേലൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇതിൽ ഒരു കൃത്യമായ പ്രതികരണങ്ങൾ നടത്താത്ത, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവരായിരുന്നാലും ശരി, അതവർ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്യുന്നത് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ ഈ വിഷയം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ, ഇത് നമ്മുടെ കേരളത്തിൽ ഈ വർഗീയ വിഭജനത്തിന് വേണ്ടി നമ്മുടെ ഭരണ സംവിധാനങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരികയും അത് തിരുത്താനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് ഈ മൂവ്മെൻറ്റ് എത്തിക്കുകയും ചെയ്യുക എന്നത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ എല്ലാവരും നമ്മുടെ കേരളത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തെ സെറ്റിൽ ചെയ്യണം. അതല്ലാതെ ഇതിപ്പോൾ ഇനി സർക്കാർ പിന്നെ ഒഴിവായി അടുത്തൊരു UDF സർക്കാർ വരാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയല്ല പ്രതിപക്ഷം വേണ്ടത്. പ്രതിപക്ഷം വന്നാലും കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഈ പോലീസിലുള്ള പ്രശ്നത്തെ? ഈ പോലീസിലുള്ള പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പ്രതിപക്ഷത്തിനും സാധിക്കുമോ? അതിനും അവർ ഭരണത്തിൽ വന്നാലും സാധിക്കുമോ? ആർക്കാണ് സാധിക്കുക? ഇത് പിന്നെ A പോയി B വന്നു എന്നതുകൊണ്ട് മാത്രം ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? ആ വിഷയമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കേരളം ഉയർത്തേണ്ടത്. നമുക്ക് ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സംവിധാനത്തിലൂടെ അവസാനം ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളും വരുമ്പോൾ ഇത് BJPക്ക് പൂർണ്ണമായി ഒരു മൈലേജ് കിട്ടുന്ന രൂപത്തിലേക്ക് പോകാൻ പാടില്ല. ഇവിടെയുള്ള 2 മുന്നണികൾ നിലനിൽക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ആ മുന്നണികൾ ഇതിൽ ഒലിച്ചു പോകാൻ പാടില്ല. കാരണം ആ മുന്നണികൾ ഇവിടെ നിലനിന്നാൽ മാത്രമേ കേരളത്തിൻ്റെ ബാലൻസ് എന്ത് ചെയ്യുള്ളൂ, ശരിയായ രീതിയിൽ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇതിലെ പോലീസിലുള്ള ഈ പ്രശ്നത്തെയാണ് എന്ത് ചെയ്യേണ്ടത്, പരിഹരിക്കേണ്ടത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ പവർ ഗ്രൂപ്പുകളുടെ ഒരു പ്രളയമാണ്. സിനിമയിൽ പവർ ഗ്രൂപ്പ് വന്നു, ഇപ്പോൾ പോലീസിലെ പവർ ഗ്രൂപ്പ് എന്നൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ദത്താത്രേയ അദ്ദേഹത്തെ കണ്ട ADGP ആയ MR അജിത് കുമാർ മുമ്പ് മാധവനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലീസ് നയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, രാഷ്ട്രീയമായ ചേരിതിരിവുകളൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിരിക്കുക ഇത്തരത്തിലുള്ളൊരു വർഗീയമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ അത് നഗ്നമായ ഒരു ലംഘനമാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഇതിനൊക്കെ ഒരു സപ്പോർട്ട് ബാക്കിൽ നിന്ന് ഇല്ലാതെ ഒരിക്കലും ഇതൊന്നും ചെയ്യാനും കഴിയില്ല. എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ നമുക്കിതിൻ്റെ മുൻപ് ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രത്യക്ഷമായിട്ടുള്ള ഈ വർഗീയ നിലപാടുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ പക്ഷം ചേരുന്ന നിലപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ തലശ്ശേരി കലാപം എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയും വേറൊരു ഭാഗത്ത് മുസ്ലിങ്ങൾ നിന്നൊരു സമയമുണ്ട്. ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ മാറാട് കലാപം മറന്നുപോയിട്ടുണ്ടാവില്ല. അന്ന് ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഉപരോധിക്കപ്പെട്ടതുപോലെ അങ്ങോട്ട് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുകയും അങ്ങനെ അവരുടെ തൊഴിൽ ജീവിതം ഇതൊക്കെ പ്രതിസന്ധിയിലായിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയ ഗൗരവമുള്ള ഒരു സംഭവമാണ് പാലക്കാട് സിറാജുന്നീസ വധം എന്ന് പറയുന്നത്. MLA മാരടക്കം
കേൾക്കെ തന്നെയാണ് അന്നത്തെ പോലീസ് മേധാവി ആയിരുന്ന രമൺ ശ്രീവാസ്തവ ഐ വോണ്ട് മുസ്ലിം ബസ്റ്റാർഡ്സ് ഡെഡ് ബോഡീസ് എന്ന് മറ്റേ ഈ ഉറപ്പിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. ഇപ്പം ബാബരി മസ്ജിദിൻ്റെ തകർച്ച എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അന്ന് കോൺഗ്രസിൻ്റെ ഭരണകൂടം ഇവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിലും നമുക്കിതിൻ്റെ ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ മാറ്റത്തിൻ്റെ ഒരു വ്യത്യസ്തതയുണ്ട്. എന്താ വെച്ചാൽ ഇത് എല്ലാം വളരെ പ്രകടമായ രൂപത്തിൽ പ്രത്യക്ഷമായിട്ടും സർക്കാർ ഒരു മൗനം പാലിക്കുന്നു. സർക്കാരുമായിട്ട് അനുബന്ധമായി നിലനിൽക്കുന്ന അതിശക്തമായിട്ടൊരു രാഷ്ട്രീയ കക്ഷിക്ക് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതോ പോകട്ടെ, ഏതെങ്കിലും നിലക്ക് സത്യസന്ധമായിട്ടൊരു വിശദീകരണവുമായിട്ട് വരുന്നില്ല. മാധ്യമങ്ങളാകട്ടെ അതിശക്തമായിട്ട് ആക്രമിക്കുന്നു. പക്ഷേ എന്നിട്ട് പോലും സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും കൃത്യമായിട്ടുള്ള മറുപടി നൽകാറുള്ള ഒരു ഭരണപക്ഷ വിഭാഗത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഘടകകക്ഷികളായിട്ടുള്ള മറ്റു പാർട്ടികളൊക്കെ തന്നെ ഇത് അനീതിയാണ്, ഇത് ശരിയല്ല എന്ന രൂപത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നു. അവരെയും ശാസിക്കാനോ തിരുത്താനോ അല്ലെങ്കിൽ കണ്ണുരുട്ടി കാണിക്കാനുള്ള ധൈര്യമൊന്നും ഇല്ല. അപ്പോൾ ഫലത്തിൽ ഇതൊരു വല്ലാത്ത മാറ്റമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഞാനിതിൽ ഏറ്റവും ഭയപ്പെടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പോലീസ് സേനയാണ് വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. നമുക്കറിയാം കുറച്ച് മുൻപ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായ സംഭവം നമുക്കറിയാം. അതായത് അവിടെ ഇത്തരത്തിലുള്ള സംഘീയ മനസ്സുള്ള പോലീസ് മേധാവികളും പോലീസുകാരും മാത്രം ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതിനകത്ത് അത്തരത്തിലുള്ള ചേരിതിരിഞ്ഞുള്ള ചർച്ചകൾ സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അപകടം എത്രമേൽ അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ അപകടം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴ് ഏറ്റവും ഉന്നതാധികാരത്തിലിരിക്കുന്ന, അപ്പോൾ ശരിക്കും IG ആണാവുണ്ട്, പക്ഷേ ഇവിടെ DIG എന്ന് പറയുന്നൊരു സൂപ്പർ IG ആയിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അത് ക്രമസമാധാനവും വിജിലൻസും രണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇത്തരത്തിലുള്ള ഒരു പോലീസ് മേധാവിയുടെ അണ്ടറിലാണ് ഈ പറയുന്ന ഈ ശശിധരനാണെങ്കിലും സുജിത് ദാസ് ആണെങ്കിലും നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ അറിയാത്ത എന്നാൽ ഒരു പക്ഷേ സമാനമായ മനസ്സുള്ള മറ്റൊരുപാട് പേര് വർക്ക് ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കേസ് വന്നാൽ ഈ കേസ് അന്വേഷിക്കേണ്ടത് ആരാണ്? പോലീസാണ്. ഇതിൽ തെളിവുകൾ കണ്ടെത്തേണ്ടത് ആരാണ്? പോലീസാണ്. സാക്ഷികൾ ഉണ്ടാക്കേണ്ടത് പോലീസാണ്. FIR ഇടേണ്ടത് പോലീസാണ്. ഇത് നാളെ കോടതിയിൽ തൊണ്ടിമുതലുകൾ ഹാജരാക്കേണ്ടത് അവരാണ്. വിചാരണ അവർക്കൊന്നുണ്ടാകും. പോലീസ് എന്നീ കേസിൻ്റെ വിചാരണ സമയത്ത് അവരാണ് കൃത്യമായിട്ടുള്ള മൊഴി കൊടുക്കേണ്ടത്. ഈ സാക്ഷികൾ സ്വാധീനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇവരാണ്. പക്ഷേ ഇവിടെ ഇത്തരമൊരു പോലീസ് സംവിധാനത്തിനകത്ത് ഒരു കൃത്യമായിട്ടൊരു കേസ് അന്വേഷിച്ച് ഇരയ്ക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പിക്കാൻ നമ്മൾക്ക് എങ്ങനെയാണ് കഴിയുക? അത് ഒരു വലിയ ദുരന്തത്തിൻ്റെ ഒരപകട സൂചന എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ആദ്യമായിട്ട് ഇലക്ഷനിലൂടെ ലോകത്ത് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് EMSൻ്റെ ഭരണകൂടം. അപ്പോൾ സാധാരണ രീതിയിൽ അതിന് മുൻപുള്ള ഭരണകൂടം എന്ന് പറഞ്ഞാൽ വിപ്ലവത്തിലൂടെയാണ് അധികാരത്തിൽ വരുന്നത്. വെച്ചാൽ പാർട്ടി അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇലക്ഷനിലൂടെ എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യ സ്വഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ ഒന്നുകിൽ പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള ബാക്കപ്പ് വേണം. ഇപ്പോൾ ചൈനയിലോ റഷ്യയിലൊക്കെ അവിടെ ഒരർത്ഥത്തിലുള്ള സെമി പോലീസും ഇൻ്റലിജൻസും ആരാണ്? പാർട്ടിയാണ്. ജനം എങ്ങാനും ഒന്നനങ്ങിയാൽ എന്ത് ചെയ്യും? അത് മുകളിലെത്തും. കാരണം അവിടെ ഒരു പാർട്ടി സംവിധാനം ഉണ്ടാവും. അപ്പോൾ ആ പാർട്ടി സംവിധാനത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പിന്നെ പോലീസിനെ അവർക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്തു വേണം? പിന്നെ ജനങ്ങളുടെ ഒരു സജീവമായിട്ടുള്ള പിന്തുണ വേണം. ഇത് രണ്ടുമില്ലെങ്കിൽ ഒരു ഭരണകൂടം എന്താ ചെയ്യുക? അവർ സേനയെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അതിൽ സേനയ്ക്ക് ദുസ്വാധീനമുണ്ടാകുന്ന തരത്തിൽ അവരെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പ് ഇതുമായി ബന്ധപ്പെട്ടോ ആയി മാറും. ഇവിടെ ഈ പിണറായി വിജയൻ്റെ ഇന്നത്തെ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പാർട്ടി അണികളുടെ പോലും ഒരു സജീവമായ മനസ്സ്
ഇന്ന് ഈ ഭരണകൂടത്തോടൊപ്പമില്ല. സ്വാഭാവികമായും പോലീസിൻ്റെ കൂടെ ഒരു സഹായത്തോടെയല്ലാതെ നിലനിൽക്കാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് പോലീസിനും അറിയാം. ആ പോലീസിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു വല്ലാത്ത ശൗര്യവും ഗട്ട്സൊക്കെ ഉണ്ട്. ഇത് രണ്ടാമത്തൊരു ഇതെന്താ വെച്ചാൽ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യ ശത്രു BJP ആണ്. 2, വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികളെടുക്കും. പോലീസിന് ഒരിക്കലും കയറൂരി വിടുകയോ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയാൻ ഒരു നിലയ്ക്കും അവരനുവദിക്കുകയും ചെയ്യുകയില്ല എന്ന രൂപത്തിൽ ജനങ്ങൾക്ക് നൽകിയ ചില ഉറപ്പുകളുണ്ട്. ഈ ഉറപ്പുകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ ദിവസവും വരുന്ന അപസർപ്പക കഥകൾ, എന്നാൽ വിശ്വസിക്കേണ്ടി വരുന്ന അപസർപ്പക കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലാറ്റിൻ അമേരിക്കയിലെ ഏതോ ഒരു പട്ടാള ഭരണകൂടത്തിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെയാണ് ആളുകൾ പെട്ടെന്ന് മിസ്സിങ് ആവുക, പിന്നെ ഒരു ഗ്രൗണ്ട് പെട്ടെന്ന് പിന്നെ തടവ് അറയാവുക, അവിടെ ആളുകളെ ഏത് രീതിയിലും ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് സംഭവിക്കുക. ഈ രീതിയിലുള്ളൊരു വല്ലാത്ത മാറ്റം നമ്മൾ ഇത് കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ അപജയത്തെ. എനിക്ക് വെച്ചാൽ നമ്മൾ OE വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒരു വാചകം കടമെടുത്ത് പറഞ്ഞാൽ, ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മഹാമേരുവായ നേതാവിൻ്റെയും CPM എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പ്രതീക്ഷയായിരുന്നൊരു രാഷ്ട്രീയ കക്ഷിയുടെയും ദുരന്താത്മകമായ പരിണാമത്തിൻ്റെ വേദനാജനകമായ കഥയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ദുഃഖവും വ്യാകുലതയും മാത്രമേ ഉള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു മൗനം വെടിഞ്ഞ് ഇതിൻ്റെ കൃത്യമായ ക്ലാരിറ്റി വരുത്തണം എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പാർട്ടി പ്രവർത്തകരുമൊക്കെ ഈ ഒരു വിഷയത്തിൽ ആശങ്കാകുലരാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് കൃത്യമായൊരു ക്ലാരിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.